വെൽക്കം ടു എൻട്രി ആപ്പ്. എൻ്റെ പേര് മീര. സെറ്റ് ഇംഗ്ലീഷിന്റെ കോഴ്സ് എൻട്രിയിൽ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സെറ്റ് എക്സാം സെറ്റ് ആക്കാനായിട്ട് എൻട്രി സജ്ജമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സെറ്റ് ഇംഗ്ലീഷിന്റെ സിലബസ് ഡിസ്കഷൻ വീഡിയോയിലോട്ട് ഞാൻ കടക്കുകയാണ്. സെറ്റ് ഇംഗ്ലീഷിന്റെ ക്ലാസ്സസ് എങ്ങനെയാണ് എൻട്രിയിൽ പോകുന്നത് എന്നറിയാനായിട്ട് നിങ്ങൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, അതായത് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് സെറ്റ് ഇംഗ്ലീഷ് ബേസ് ചെയ്ത് എൻട്രിയിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് ഓർക്കുക. അതുപോലെ തന്നെ PYQ ബേസ്ഡ് ആണ്. ഇപ്പോൾ ചെറിയതായിട്ട് പാറ്റേൺ ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ട് എങ്കിൽ പോലും ഒരു PYQ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് അതിനെ ഡീപ്പായി അനലൈസ് ചെയ്തുകൊണ്ട് ആ ഒരു പാർട്ടിൽ നിന്ന് ഇനി എന്തൊക്കെ ചോദിക്കാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സെറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആണ് എൻട്രി ആപ്പിലൂടെ അധ്യാപകർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ സബ്ജക്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ്. ഓരോ യൂണിറ്റും കൂടുതൽ, അതായത് 10-20 മോഡ്യൂൾസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലെ. ചെറിയ ചെറിയ ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ ടീച്ചേഴ്സും കൂടി അവരുടെ ആ ഒരു സ്കോളർഷിപ്പ് ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിലുള്ള, അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് മാക്സിമം ഈ ഒരു കോഴ്സ് ക്രാക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ സാധ്യമാകുന്ന രീതിയിലാണ് നമ്മളുടെ ക്ലാസ്സസ് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ സബ്ജക്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ്. സെറ്റ് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ക്രിസ്പി ആയിട്ടുള്ള കോണ്ടന്റ് ആണ് ലഭിക്കുക. അതായത് ഒരു ഏജ് അല്ലെങ്കിൽ ഒരു ടോപ്പിക് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറെ വലിച്ചു വാരി പഠിക്കുന്നതിന് പകരം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ പഠിച്ചു മുന്നേറാനായിട്ട് സാധിക്കുന്നതാണ് എന്നുകൂടി ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ക്ലാസ്സുകളിലൂടെ ട്രിക്സ് ആൻഡ് ടിപ്സ് കൂടി ഡിസ്കസ് ചെയ്തു പോകുന്നു. നമ്മളിപ്പോൾ ഒരു ഇയർ ഒക്കെ പഠിക്കുമ്പോൾ അതെങ്ങനെ ഓർത്തിരിക്കാം എന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ടീച്ചേഴ്സ് ഷെയർ ചെയ്ത് പോകുന്നതാണ് എന്നുകൂടി ഓർക്കുക. അതുകൊണ്ട് തന്നെ ഒരു സ്ട്രെസ് ഫ്രീ ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് എൻട്രി ആപ്പ് സെറ്റ് ഇംഗ്ലീഷ് എന്ന കോഴ്സിലൂടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾക്ക് ഇനി സെറ്റ് ഇംഗ്ലീഷിന്റെ സിലബസിലോട്ട് പോവാം. സെറ്റ് ഇംഗ്ലീഷിന്റെ സിലബസിനെ കുറിച്ച് പറയുമ്പോൾ 6 യൂണിറ്റ്സ് ആണ് ഈ ഒരു സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ 6 യൂണിറ്റ്സിൽ തന്നെ ഓരോ ഇമ്പോർട്ടന്റ് ഏജസ് കവർ ചെയ്ത് പോകുന്നു. അതുപോലെ തന്നെ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ലിംഗ്വിസ്റ്റിക്സിന്റെ പാർട്ട്, അതുപോലെ തന്നെ നമ്മളുടെ ഇംഗ്ലീഷ് പെഡഗോജി ആ ഒരു പാർട്ട് കൂടി അതിൽ വരുന്നുണ്ട്. കൂടാതെ ലിറ്റററി ക്രിറ്റിസിസം, കൾച്ചറൽ സ്റ്റഡീസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 6 യൂണിറ്റ്സ് ആണ് നിങ്ങളുടെ മുന്നിൽ സെറ്റ് ഇംഗ്ലീഷ് സിലബസ് ആയിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ഓരോ യൂണിറ്റിലും ചെറിയ കുറേ മോഡ്യൂൾസ് ഉണ്ട്. 20ഓളം മോഡ്യൂൾസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ മോഡ്യൂൾസിൽ ഓരോരോ ചെറിയ ടോപ്പിക്സ് ആണ് കവർ ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതായത് യൂണിറ്റ് 1 ചോസേഴ്സ് ഏജ് മുതൽ ട്രാൻസിഷൻ പോയട്രി വരെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് യൂണിറ്റ് 1. അപ്പോൾ യൂണിറ്റ് 1 ഏതൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്? ചോസേഴ്സ് ഏജ് മുതൽ ട്രാൻസിഷൻ പോയട്രി വരെ പഠിക്കാനുണ്ട്. അതിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മളുടെ ജെഫ്രി ചോസറിന്റെ ഏജ് ഉണ്ട്. പിന്നെ ബിഗിനിങ് ഓഫ് പ്രോസ് ആൻഡ് ഡ്രാമ പഠിക്കാനായിട്ടുണ്ട്. എലിസബത്തൻ ലിറ്ററേച്ചർ, വില്യം ഷേക്സ്പിയർ, മെറ്റഫിസിക്കൽ പോയട്രി, ജോൺ മിൽട്ടൺ, റെസ്റ്റോറേഷൻ പീരീഡ്, നിയോ ക്ലാസിക്കൽ ഏജ് എന്ന് പറയുമ്പോൾ ഡ്രൈഡൻ ആൻഡ് പോപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നു. എസ്സേസ്, എഡിസൺ, സ്റ്റീൽ, റൈസ് ഓഫ് നോവൽ, ട്രാൻസിഷൻ പോയട്രി. ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് 1 നമ്മൾക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഇനി നമ്മൾക്ക് യൂണിറ്റ് 2 പോവാം. യൂണിറ്റ് 2 പോകുമ്പോൾ റൊമാൻറ്റിസിസം, അതായത് റൊമാൻറ്റിക് ഏജ് മുതൽ വിക്ടോറിയൻ ഏജ് വരെയാണ് യൂണിറ്റ് 2 നിങ്ങൾക്ക് മോഡ്യൂൾസിൽ കാണാൻ സാധിക്കുക. അപ്പോൾ യൂണിറ്റ് 2 ഉള്ള മോഡ്യൂൾസിൽ റൊമാൻറ്റിക് ഏജ് മുതൽ വിക്ടോറിയൻ ഏജ് വരെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ റൊമാൻറ്റിക് ഏജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലെ, ഏർലി ആൻഡ് ലേറ്റർ റൊമാൻറ്റിക് പോയറ്റ്സിനെ കുറിച്ച് പറയുന്നു. അതുപോലെ ഗോത്തിക് നോവലിനെ കുറിച്ച് നമ്മളുടെ മേരി ഷെല്ലി, ഹൊറൈസ് വാൾപോൾ, ഇവരെ കുറിച്ചൊക്കെയുള്ള ഡിസ്കഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. കൂടാതെ ഹിസ്റ്റോറിക് നോവൽ എന്ന് പറയുമ്പോൾ തന്നെ വാൾട്ടർ സ്കോട്ടിന്റെ പേര് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകും. അതുപോലെ ജെയിൻ ഓസ്റ്റനെ കുറിച്ച് ഈ ഒരു യൂണിറ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ചാൾസ് ലാംബിന്റെ പ്രോസ്, അതുപോലെ ഹാസ്ലിറ്റ്, ലേ ഹണ്ട്, കൂടാതെ ഏർലി ഫെമിനിസ്റ്റ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മേരി wollstonecraftന്റെ വർക്ക്, JS മിൽ, കൂടാതെ വിക്ടോറിയൻ ഏജ്, പ്രീ റാഫലൈറ്റ്സ്, അതുപോലെ GM ഹോപ്കിൻസ് വരെയാണ് നമ്മൾക്ക് എവിടെ പഠിക്കാനുള്ളത്? നമ്മളുടെ യൂണിറ്റ് 2
പഠിക്കാനുള്ളത്. അപ്പോൾ യൂണിറ്റ് 1 കണ്ടു, യൂണിറ്റ് 2 കണ്ടു. ഇനി നമ്മൾക്ക് യൂണിറ്റ് 3 പോവാം. യൂണിറ്റ് 3 എന്ന് പറയുമ്പോൾ 20th സെഞ്ചുറി ലിറ്ററേച്ചർ ആണ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ കണ്ടംപററി ബ്രിട്ടീഷ് ലിറ്ററേച്ചർ കൂടി അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ യൂണിറ്റ് 3 20th സെഞ്ചുറി ലിറ്ററേച്ചർ അതുപോലെ തന്നെ കണ്ടംപററി ബ്രിട്ടീഷ് ലിറ്ററേച്ചർ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് എഡ്വേർഡിയൻ പീരീഡ് മുതലുള്ള ടോപ്പിക്സ് കാണാനായിട്ട് സാധിക്കും. വാർ പോയറ്റ്സിനെ കാണാൻ സാധിക്കും, പിങ്ക് പോയറ്റ്സിനെ കാണാൻ സാധിക്കും, നമ്മുടെ W.H. Auden, സ്റ്റീഫൻ സ്പെൻഡർ. അതുപോലെ തന്നെ സിംബോളിസ്റ്റ് മൂവ്മെന്റും ഇവിടെ ഈ മോഡ്യൂൾസിൽ കാണാൻ സാധിക്കുന്നു. ഇത് കൂടാതെ മോഡേണിസ്റ്റ് പോയട്രി, വേഴ്സ് ഡ്രാമ, അതുപോലെ തന്നെ മൂവ്മെന്റ് പോയട്രി എന്ന് പറയുമ്പോൾ നമുക്ക് ഫിലിപ്പ് ലാർക്കിനെ ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നു. കൂടാതെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്, ഡിസ്റ്റോപ്പിയൻ ലിറ്ററേച്ചർ, പോസ്റ്റ് വാർ ലിറ്ററേച്ചർ, ഇതൊക്കെയാണ് നമ്മളുടെ യൂണിറ്റ് 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് എത്തുന്നത്. അടുത്തതായിട്ട് യൂണിറ്റ് 4 ആണ്. യൂണിറ്റ് 4 എന്ന് പറയുമ്പോൾ വേൾഡ് ലിറ്ററേച്ചർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം അമേരിക്കൻ ലിറ്ററേച്ചർ, ഇന്ത്യൻ ലിറ്ററേച്ചർ, ആഫ്രിക്കൻ ലിറ്ററേച്ചർ, കരീബിയൻ, കനേഡിയൻ, ഓസ്ട്രേലിയൻ, സൗത്ത് ഏഷ്യൻ ലിറ്ററേച്ചർ, ഈ ഏരിയാസിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൈറ്റേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് യൂണിറ്റ് 4 എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കൻ ലിറ്ററേച്ചർ, ഇന്ത്യൻ, ആഫ്രിക്കൻ, കരീബിയൻ, കനേഡിയൻ, ഓസ്ട്രേലിയൻ ആൻഡ് സൗത്ത് ഏഷ്യൻ ലിറ്ററേച്ചർ. ഓക്കെ, യൂണിറ്റ് 4. ഇനി യൂണിറ്റ് 5 വരുമ്പോൾ നമ്മൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് ഹിസ്റ്ററി ആൻഡ് സ്ട്രക്ചർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഈ ഒരു മോഡ്യൂളിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഹിസ്റ്ററി ആൻഡ് സ്ട്രക്ചർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഫോണോളജി, മോർഫോളജി, സെമാൻറ്റിക്സ് ഒക്കെ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസിനെ കുറിച്ച് നമ്മൾക്ക് പഠിക്കാനുണ്ട്. കൂടാതെ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ഇൻ ഇന്ത്യ എന്നൊരു ടോപ്പിക് പഠിക്കാനുണ്ട്. മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാനുണ്ട്. കൂടാതെ ടീച്ചിങ് മെറ്റീരിയൽസ്, ടെസ്റ്റ് ആൻഡ് ഇവാലുവേഷൻ, ലാംഗ്വേജ് ലേണിംഗ് ആൻഡ് അക്വിസിഷൻ, കൂടാതെ കോഡ് മിക്സിംഗ്, കോഡ് സ്വിച്ചിങ് എന്നീ കോൺസെപ്റ്റുകളെ നിങ്ങളെ ഫെമിലിയർ ആക്കുന്ന ഒരു മോഡ്യൂളാണ് മോഡ്യൂൾ 5 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മോഡ്യൂൾ 5 വരെ എത്തുമ്പോൾ തന്നെ നിങ്ങളൊരു വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ കവർ ചെയ്തിരിക്കുന്നു എന്ന് കൂടി മനസ്സിലാക്കുക. ലിറ്ററേച്ചറിനെ നിങ്ങൾ അടുത്തറിയാനായിട്ട് ആ ഒരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇനി യൂണിറ്റ് 6 വരുമ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോർ ഏരിയയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി. ഇവിടെ അരിസ്റ്റോട്ടിൽ, ലോഞ്ചൈനസ്, സിഡ്നി, അപ്പോളജി ഫോർ പോയട്രി, അതുപോലെ തന്നെ വേർഡ്സ്വർത്തിന്റെ പോയറ്റിക് ഡിക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ, അർണോൾഡ്, T.S. എലിയറ്റ്, ഇവരുടെയൊക്കെ ലിറ്റററി തിയറീസ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനായിട്ട് സാധിക്കുന്നു. ഇവർ മാത്രമല്ല, മറ്റു മോഡ്യൂൾസിൽ മറ്റു റൈറ്റേഴ്സിന്റെ പേരുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ കുറച്ച് പേരുകൾ മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ക്ലിയാൻത്ത് ബ്രൂക്സ്, I.A. റിച്ചാർഡ്സ്, അതുപോലെ മാർക്സിസ്റ്റ് ക്രിറ്റിസിസം, സ്ട്രക്ചറലിസം, സൈക്കോ അനാലിസിസ്, മോഡേണിസം ആൻഡ് പോസ്റ്റ് മോഡേണിസം, ഫെമിനിസം, ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മോഡ്യൂളിൽ കാണാൻ സാധിക്കുന്നു. കൂടാതെ ജെൻഡർ സ്റ്റഡീസ്, പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസ്, അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ കൾച്ചറൽ സ്റ്റഡീസ്. അവിടെ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ആ റൈറ്റേഴ്സിനെ ബേസ് ചെയ്ത് അവിടെ കൊടുത്തിട്ടുള്ള കോൺസെപ്റ്റുകൾ വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഉറപ്പായിട്ട് മാർക്ക് മേടിക്കാൻ സാധിക്കുന്ന ഒരു ഏരിയയാണ് കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. അതുപോലെ ദളിത് ഈസ്തെറ്റിക്സ്, കൂടാതെ ഗ്രീൻ സ്റ്റഡീസ്, ഇന്ത്യൻ ഈസ്തെറ്റിക്സ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റ് ഏരിയാസ് ആണ് എന്ന് ഓർക്കുക. ഇപ്പോൾ ദളിത് ഈസ്തെറ്റിക്സ് ഒക്കെ ക്വസ്റ്റ്യൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഏരിയാസിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇന്ത്യൻ ഈസ്തെറ്റിക്സിന്റെ ഈ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ഗ്രീൻ സ്റ്റഡീസ് എന്ന് പറയുന്ന പുതിയ ഏരിയാസും നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ യൂണിറ്റ്
6ന്റെ അതായത് അവസാനത്തെ യൂണിറ്റ് സെറ്റ് ഇംഗ്ലീഷിന്റെ സിലബസിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ടോപ്പിക്സിൽ ലാസ്റ്റ് ടോപ്പിക്കാണ് യൂണിറ്റ് 6 എന്ന് പറയുന്നത്. അതിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ യൂണിറ്റ് 1 മുതൽ യൂണിറ്റ് 6നെ കുറിച്ച് ഒരു ബേസിക് അവയർനെസ് കിട്ടിയിട്ടുണ്ടാകും. ഇനി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മൾ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ ആ ഒരു സിലബസ് ഡൗൺലോഡ് ചെയ്ത് സെറ്റാക്കി നമ്മളുടെ ആ ഒരു ഫയലിൽ സെറ്റ് ചെയ്ത് ആ ഒരു സ്റ്റഡി ടേബിളിന്റെ മുന്നിൽ വെക്കുക. എന്നാൽ മാത്രമാണ് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് അതിനെക്കുറിച്ചൊരു ബോധ്യം നമ്മളുടെ മനസ്സിൽ ഉണ്ടാവുക എന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ സിലബസ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ആ ഒരു സിലബസ് നിങ്ങളുടെ സ്റ്റഡി ടേബിളിൽ സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, 4 PYQs ലേറ്റസ്റ്റ് ആയിട്ടുള്ള PYQs നിങ്ങൾ ഒരു വീഡിയോസും ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സ്വയം സോൾവ് ചെയ്യുക. ഏതൊക്കെ ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു അതിന്റെ ആൻസേഴ്സ് നിങ്ങൾ തന്നെ കണ്ടെത്തുക. ഈ സോൾവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഏത് ഏജ് ബേസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എന്ന് ഐഡന്റിഫൈ ചെയ്ത് അതൊന്ന് നോട്ട് ചെയ്ത് പോവുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു അവയർനെസ് കിട്ടും, ഏതൊക്കെ ഏരിയാസ് ഫോക്കസ് ചെയ്യണം, ഏതൊക്കെ ഏരിയാസ് ആണ് ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ ഏതൊക്കെ റൈറ്റേഴ്സ് ആണ് ഈ 4 ലേറ്റസ്റ്റ് ആയിട്ടുള്ള PYQs ചോദിച്ചിട്ടുള്ളത് എന്നൊരു അവയർനെസ് നിങ്ങൾക്ക് കിട്ടുന്നു. ഓക്കെ, ഇതാണ് നിങ്ങൾ സെക്കൻഡ് ആയിട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നോട്ട് ദി ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ഞാൻ പറഞ്ഞു. ഇവിടെ ലിറ്റററി പീരീഡിനെ കുറിച്ച് നിങ്ങൾക്കൊരു അവയർനെസ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഏത് ഏരിയയിൽ നിന്ന് വന്ന ചോദ്യമാണ് അത് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്ത് പോവുക. അപ്പോൾ നിങ്ങൾക്കത് ഏത് ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അല്ലേ. ഇനി റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെക്കുക. ഈ 4 PYQs റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് സ്റ്റാർ മാർക്ക് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പാറ്റേൺ മനസ്സിലാകുന്നു. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ചോദിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിന്റെ ഡിഫിക്കൽറ്റി ലെവൽ എങ്ങനെയാണ് എന്ന് അറിയാനായിട്ട് സാധിക്കുന്നു. അതുപോലെ മാത്സ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അതൊക്കെ എങ്ങനെയാണ്, ഏത് ബുക്സ് ആണോ അതോ ഒരു റൈറ്റേഴ്സ് ഓരോ വർക്കിന്റെ ക്യാരക്ടേഴ്സ് ബേസ് ചെയ്താണോ, എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് എന്ന് ഒരു അവയർനെസ് കിട്ടുന്നു. അതുപോലെ തന്നെ ക്രൊണോളജി, ഏതൊക്കെ വർക്ക്സ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത് എന്നൊക്കെ അറിയാനായിട്ട് ഈ ഒരു മെത്തേഡ് സഹായകമാകും എന്ന് മനസ്സിലാക്കുക. അതുപോലെ നോട്ട് മേക്കിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളുടെ കയ്യിൽ പല റാങ്ക് ഫയൽസും അതുപോലെ സെറ്റിനെയൊക്കെ ബേസ് ചെയ്ത് പല കാര്യങ്ങളും ഉണ്ടാകും. പക്ഷേ ആപ്പിനകത്ത് നിങ്ങൾക്ക് വളരെ ഇത്രയും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും റിസർച്ച് ചെയ്തിട്ടുള്ള നോട്ട്സ് ആണ് ഓരോ ടീച്ചേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്ട്രെസ് ഫ്രീ ലേണിംഗ് എക്സ്പീരിയൻസ് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ടൈം അവിടെ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റാണ്. അത് നിങ്ങൾ നോട്ട്സ് ആയിട്ട് എഴുതിയെടുക്കുമ്പോൾ നമ്മളുടെ മെമ്മറിയിൽ അത് സ്റ്റോർ ആവുകയാണ്. അതായത് നമ്മളൊരു പ്രിന്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് സാധ്യമാകില്ല എന്നുകൂടി മനസ്സിലാക്കുക. ഇനി ലാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫോർമോസ്റ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനമാണ്, അല്ലെ സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ഒരു ഫീൽഡിൽ നിൽക്കുക എന്നതാണ്. അപ്പോൾ സെറ്റ് ഇംഗ്ലീഷ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്നു എങ്കിൽ ഇനി ഞാൻ സിസ്റ്റമാറ്റിക് ആയിട്ട് 6 months അല്ലെങ്കിൽ 3 months ഞാൻ പഠിക്കും എന്ന് ആ ഒരു ദൃഢനിശ്ചയം നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ ബേസ് ചെയ്ത് സെറ്റ് ഇംഗ്ലീഷിൽ മാത്രമല്ല HSC ഇംഗ്ലീഷിലും അതുപോലെ തന്നെ നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ കൂടി ഇവിടെ സെറ്റ് ചെയ്ത് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മൾട്ടി പർപ്പസ് യൂസ്, ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെ മൾട്ടി പർപ്പസ് ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്ന് കൂടി മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് സെറ്റ് ഇംഗ്ലീഷിന്റെ സിലബസിനെ കുറിച്ച് ഒരു ബേസിക് അവയർനെസ് കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം എന്നൊരു ഐഡിയ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ സാധിച്ചു എന്നാണ് വിശ്വാസം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.